സംസ്ഥാന ബി.ജെ.പിയിലെ സാമ്പത്തിക തട്ടിപ്പ് വിവാദത്തിൽ നടപടിക്ക് പാർട്ടി നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി അഞ്ജന, മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവരെ മാറ്റി നിർത്തും. അഞ്ജന 1.5 കോടി രൂപ തിരിച്ചടയ്ക്കണം. തെരഞ്ഞെടുപ്പിന് കേന്ദ്രം സൗജന്യമായി നൽകിയ കൊടികൾക്ക് 1.5 കോടി ചെലവായി എന്ന് വ്യാജ കണക്ക് ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. വി അരുണാണ് ചേരുന്നത്. അരുൺ, സാമ്പത്തിക ക്രമക്കേടിൽ പാർട്ടി തന്നെ അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നു. 1.5 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവും ഉയരുന്നു. വലിയ ഫണ്ട് തിരിമറിയാണ് ബി.ജെ.പിയിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 1.5 കോടി രൂപ അഞ്ജന എന്ന സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് മാത്രം ഈടാക്കാനെന്നത് അവിടെ നിൽക്കില്ല. കോടികളുടെ ക്രമക്കേട് നടന്നുവെന്ന വിവരമാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ലഭിച്ചിരിക്കുന്നത്. ബി.ജെ.പി 3 സീറ്റ് നേടി വലിയ നേട്ടമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷമാണ് ഇത്തരം കണക്കുകളിലേക്ക് ബി.ജെ.പി പോയത്. അവിടെയാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. അഞ്ജനയിൽ നിന്ന് അഞ്ജന മാത്രമല്ല, അഞ്ജന സംസ്ഥാന ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അഞ്ജന ഉൾപ്പെടെ 3 നേതാക്കൾക്കെതിരെയാണ്. മറ്റൊരാൾ മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവരെക്കെതിരെ നടപടി വേണമെന്നാണ് കേന്ദ്ര നേതൃത്വ നിർദ്ദേശം. സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസ് ആണ് ഈ കണക്കുകൾ പരിശോധിച്ച് തട്ടിപ്പ് കണ്ടെത്തിയത്. അദ്ദേഹം അത് കേന്ദ്ര നേതൃത്വം റിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് സെൻട്രൽ ഓഡിറ്റിംഗ് ടീം എത്തി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തായത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേക്ക് പാർട്ടി കൊടി നൽകുന്നത് കേന്ദ്ര നേതൃത്വം സൗജന്യമായാണ്. ആ കൊടിക്കാണ് 1.5 കോടിയുടെ ബില്ല് ഇതിന് ചുമതലയുണ്ടായിരുന്ന അഞ്ജന വ്യാജ ബില്ല് നൽകിയത്. അതോടുകൂടിയാണ് തട്ടിപ്പ് പിടിച്ചെടുത്തത്. ഹെലികോപ്റ്റർ യാത്ര അടക്കമുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ 12.5 കോടി രൂപയുടെ ക്രമക്കേട് മൊത്തം കണ്ടെത്തിയതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഉന്നത നേതാക്കൾക്കെതിരെ അന്വേഷണത്തിനാണ് ബി.ജെ.പിയുടെ നീക്കം. ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റൊരു സംസ്ഥാന സെക്രട്ടറി കൂടി ഇപ്പോൾ ഈ അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇതിന്റെ പേരിൽ മാറ്റിക്കൊണ്ടുള്ള നീക്കത്തിനും ബി.ജെ.പി തയ്യാറെടുക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ആർ.എസ്.എസ് നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലും ഈ വിഷയത്തിലുണ്ട്. ഏതായാലും 3 സീറ്റിൽ നേടിയ വലിയ വിജയം നേടിയ ബി.ജെ.പിയുടെ വിജയത്തിന് തിളക്കം കുറയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഈ നേതാക്കളുടെ പ്രധാനപ്പെട്ട ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മാരാർജി ഭവന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട നേതാക്കളുടെ അടക്കം ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറിയിലേക്ക് ബി.ജെ.പിയുടെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറുമെന്നും സൂചനകളുണ്ട്. ഏതായാലും വലിയ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ ആരോപണ നിഴലിൽ വരുന്നത്. അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിക്കൊണ്ട് ബി.ജെ.പിയുടെ വലിയ നേട്ടം. സാധാരണ നമുക്കറിയാം, ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കപ്പെട്ടിരുന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നു. നേരത്തെ ഒ രാജഗോപാലിന് ശേഷം ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ 3 ബി.ജെ.പി അംഗങ്ങൾ ഒരേ സമയം ഇരിക്കുമ്പോൾ ആണ് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ്. അതും സംസ്ഥാന ബി.ജെ.പിയിലെ സാമ്പത്തിക തട്ടിപ്പ്. അതിൽ തന്നെ കൊടി വാങ്ങി എന്നതിൻ്റെ പേരിൽ മാത്രം ഏതാണ്ട് 1.5 കോടി രൂപ, അതായത് സൗജന്യമായി ലഭിച്ചിരുന്ന കൊടിക്ക് അതിൽ ആണ് 1.5 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിലേക്ക് കണ്ടെത്തിയിട്ടുള്ളത്. ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. അവിടെ അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തായാലും തെരഞ്ഞെടുപ്പിലെ ആ മിന്നുന്ന പ്രകടനത്തിൻ്റെ ശോഭ കൂടി കെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ അഴിമതി ആരോപണം ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.